ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ പവർ ടീമിന്റെ ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. പവർ ടീം മുമ്പിലേക്ക് ഉന്നയിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇത് പലർക്കും ഇട്ടൊരു അടിയായിട്ടാണ് ഈ പവർ ടീം ഈ ഒരു കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. കാരണം അൻസിബയാണ് ഇതിൻ്റെ അകത്തെ മാസ്റ്റർ ബ്രെയിൻ എന്ന് തന്നെ നമുക്ക് പറയാം. ആദ്യം തന്നെ അടി കൊടുത്തിരിക്കുന്നത് ജാസ്മിനെ എടുത്ത് കിച്ചൺ ടീമിൽ ഇട്ടു എന്നുള്ളതാണ്. ജാസ്മിനും ശ്രീരേഖയും അതോടൊപ്പം സിജോയുമാണ് കിച്ചൺ ടീമിലേക്കുള്ളത്. ഇവർ മൂന്ന് പേരും കൂടി ആ കിച്ചൺ ടീമിൽ ഇനി എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്തും എന്നുള്ളത് അൻസിബയ്ക്ക് ഓൾറെഡി അറിയാം. അൻസിബ പറയും ഇവിടെ ഒരു അടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇവിടെ ജാസ്മിൻ പല കാര്യങ്ങളിലും അവിടെ ബഹളം ഉണ്ടാക്കും എന്നുള്ള കാര്യം തന്നെയായിരുന്നു. സ്വന്തം കാര്യം ചെയ്യാനുള്ള മടിയുള്ള ഒരാൾ തന്നെയാണ് ജാസ്മിൻ എന്നും അൻസിബ മുമ്പോട്ട് വെച്ചു. ഇപ്പോഴിതാ ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് പവർ ടീം പറയുകയുണ്ടായി, ഈ ഫ്ലോർ ടീമുകൾ ക്ലീൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ഓരോ റൂമുകളും അവരവരുടെ ബെഡുകൾ ക്ലീൻ ചെയ്യുകയും ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുകയും വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴത്തേനും ജാസ്മിൻ ഒരു വെപ്രാളം. ജാസ്മിന് കാരണം സ്വന്തം ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുന്നത് പോലും പുള്ളിക്കാരിക്ക് വയ്യ. കാരണം പുള്ളിക്കാരിക്ക് ഇതുപോലും മടിയുള്ള ഒരാളാണ്. ഇങ്ങനെ മടി കാണിക്കുന്ന ആളുകളെ, അതായത് പ്രത്യേകിച്ചും ജാസ്മിനെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു കാര്യം അവിടെ അൻസിബ ആയിക്കോട്ടെ പവർ ടീമും മുമ്പോട്ട് വെച്ചത്. അത് നല്ല രീതിയിൽ അങ്ങ് കൊണ്ടു എന്ന് തന്നെ പറഞ്ഞു. അതോടൊപ്പം തന്നെ കിച്ചന്റെ ഫ്ലോറും കിച്ചൺ ടീം തന്നെ ക്ലീൻ ആക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേനും മൊത്തത്തിൽ അങ്ങ് തരികിടയായി എന്ന് പറയാം. ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ജാസ്മിന് നല്ലൊരു അടി കിട്ടുന്ന രീതിയിലാണ് ഈ അൻസിബ ഇത് കൊണ്ടെത്തിച്ചേക്കുന്നത്. ഇത് നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. കാരണം അവരുടെ മനസ്സിൽ എന്താണോ അവർ ആഗ്രഹിച്ചിരിക്കുന്നത് അത് പ്രേക്ഷകരിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എത്തിക്കാൻ പറ്റും. അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളുടെയും കാര്യങ്ങൾ ഇനിയും വരും ദിവസങ്ങളിൽ കറക്റ്റായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തും. അത് തന്നെ വലിയൊരു ബ്രില്യൻ ഗെയിമാണ് അവിടെ കളിച്ചത്. ഇവിടെ പറയുകയാണെങ്കിൽ സിജോയ്ക്ക് ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. അവിടെ സിജോയും ഇവർ ഈ പറയുന്ന സമയത്ത് എതിരായിട്ട് കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ സിജോയുടെ ഒരു തനി സ്വഭാവം, ഈ സിജോ എന്താണ് കാട്ടുതീയാണോ അല്ലെങ്കിൽ സിജോ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി എന്തുവാണ് എന്നുള്ളതും വളരെ ക്ലിയർ ആയിട്ട് ജനങ്ങളിലേക്ക് എത്തും. അതുകൂടെ ഇതിൻ്റെ അകത്ത് ഒരു വലിയൊരു ഘടകമായിട്ടാണ് അൻസിബ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുമായാലും അൻസിബയെ കാണിക്കുന്ന ഈ ബുദ്ധി എത്രമാത്രം ബ്രില്യൻ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും ബൈ.